ഈ കേക്ക് ഒന്ന് നോട്ടം ഇട്ട് വെച്ചു കേട്ടോ. ആദ്യ കുർബാന സീസണിലെ നോട്ടപ്പുള്ളിയാണ് കേട്ടോ എന്റെ ഈ കേക്ക്. അപ്പം ഇന്ന് എന്റെ ഇടവക ദേവാലയത്തിൽ ആദ്യ കുർബാന സ്വീകരണമാണ്. ഇപ്പം ഒരു ട്രെൻഡിങ് ആണല്ലോ ആദ്യ കുർബാനയ്ക്ക് കേക്ക് മുറിക്കാന്നുള്ളത്. അങ്ങനെ 2 കേക്ക് എനിക്കും കിട്ടി. ആദ്യ കുർബാനയ്ക്ക് വൈറ്റ് തീമിലാണ് കേക്ക് വരുന്നത്. നമ്മൾ പൂക്കൾ വെച്ചിട്ടും അതുപോലെ തന്നെ ക്രോസ് വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ആദ്യ കുർബാനയ്ക്ക് സാധാരണയായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ആദ്യ കുർബാനയുടെ കേക്കിന്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ട് അത് നോർമൽ ആയിട്ട് ഒരു ക്രോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനാണ് തന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് ചെയ്തു കൊടുത്ത കേക്കിന്റെ പിക്ക് സ്റ്റാറ്റസ് ഇട്ടു. ഇത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് കേക്ക് പറഞ്ഞ കസ്റ്റമർക്ക് ആദ്യം പറഞ്ഞ ഡിസൈൻ മാറ്റി ഈ കേക്ക് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് കൺഫേം ആയേ. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം വേറൊരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആദ്യ കുർബാനയുടെ സ്റ്റാറ്റസ് ഇട്ട കേക്ക് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി കിട്ടില്ല, കാരണം ഈ കാസ ഒന്നേ ഉള്ളൂ എന്റെ കയ്യില്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാല് കസിൻ ചേച്ചിയുടെ കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. ഇനി ഇതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, എന്താണേലും നീ കേക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ട് പോയി. അങ്ങനെ ഇതിന്റെ ഒന്നും കൂടി നമുക്ക് ഒപ്പിക്കാനായിട്ട് ഒരു വഴിയില്ല, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെ കിട്ടുമെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 കസ്റ്റമേഴ്സും എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്, എനിക്ക് അതിട്ട് നോ പറയാനും പറ്റില്ല. അങ്ങനെ അവസാനം ഒരു തീർപ്പിലെത്തി. ആദ്യം കേക്ക് മുറിക്കുന്നത് ആദ്യം വിളിച്ച കസ്റ്റമറുടെ വീട്ടിലാണ്. അവിടുത്തെ കേക്ക് മുറി കഴിഞ്ഞിട്ട് നേരെ ആ സാധനം എടുത്ത് എന്റെ 2ാമത്തെ കസ്റ്റമറുടെ വീട്ടിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കുറച്ചൊന്ന് ഓടേണ്ടി വന്നാലും എന്റെ 2 കസ്റ്റമറെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ 2 കേക്കും. ഇതുപോലെയുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ബേക്കേഴ്സ് കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.